ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ മുട്ട ഇട്ടപ്പോൾ തന്നെ അത് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ആവേശത്തിന് ഇട്ടതാണ്, വീഡിയോ ഓണാക്കി ഇട്ടതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ മുട്ടക്കറിക്കുള്ള 4 മുട്ട ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉള്ളി ഇതാ ഞാനിവിടെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം പണിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ അതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയല്ലേ. അപ്പോൾ അത് ചതച്ചെടുക്കലാണ് കേട്ടോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി. അപ്പോൾ അതിവിടെ എങ്ങനെയൊക്കെ ഉന്തിയും തള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവറാണ് കേട്ടോ ഞാനവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ എന്ത് ചെയ്താലും അതിടും കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വാടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കറിവേപ്പില പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വാടി വന്നപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടക്കറി മാത്രം പോരല്ലോ, അത് കൂട്ടി കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് ഏട്ടൻ ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഏട്ടൻ മറന്നു വന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിൽ കയറിയപ്പോൾ ആൾക്ക് ചപ്പാത്തി മുട്ടക്കറി തന്നെ വേണം കേട്ടോ. അപ്പോൾ ഒന്നും നോക്കില്ല, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കും കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചപ്പാത്തിക്ക് മാവ് കുഴച്ചു കേട്ടോ. ഉരുളകളാക്കി എടുക്കാൻ പിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉരുളകളൊക്കെ ആക്കിയെടുത്തു. ഇനി പരത്താൻ പോവാണ് കേട്ടോ. പരത്താൻ എനിക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷെ കറക്റ്റ് ഷേപ്പിലൊന്നും ആവില്ല എന്ന് മാത്രം. ഇതൊക്കെ പരത്തി എടുക്കുന്നതിലും ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇപ്പുറത്ത് ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതവിടെ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പുറത്തെ അടുപ്പ് വെറുതെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ദോശച്ചട്ടിയും കൂടിയും വെച്ചിട്ട് അതിലാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ പോണത്. അങ്ങനെ ചപ്പാത്തി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ, ചപ്പാത്തി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വേണം കരുതി ഉണ്ടാക്കുമ്പോൾ അത് നന്നാവില്ല. അപ്പോഴേക്കും ഇതാ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏട്ടനാണ് കേട്ടോ തോല് പൊളിക്കണത്. അപ്പോൾ മുട്ടയുടെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതാ ഉള്ളിക്കറിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിക്കറി അതിൻ്റെ മുകളിലൂടെയൊക്കെ ഒന്ന് ആക്കിയിട്ട് അതവിടെ വെച്ചു. പിന്നെ നമുക്ക് ചപ്പാത്തി വിളമ്പാം. നല്ല ചൂടുള്ള ചപ്പാത്തി 3 എണ്ണമാണ് കേട്ടോ വിളമ്പുന്നത്. അത് കഴിഞ്ഞിട്ട് കുറേ എടുത്തിട്ടുണ്ട്, എന്നാലും വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ 3 ചപ്പാത്തി ഇട്ടു, പുഴുങ്ങിയ മുട്ട ഇട്ടു. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും നന്നാവാറില്ല ഉള്ളിക്കറിയൊക്കെ വയ്ക്കുമ്പോൾ, പക്ഷെ ഇതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തട്ടിക്കൂട്ടി വെച്ചതല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.